ജോർജ് കുര്യൻ. നമ്മളെല്ലാം കാത്തിരുന്ന നിമിഷം ആഗതമായിരിക്കുന്നു. ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. I, George Kurian, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of State for the Union, and that I will do right to all manner of people in accordance with the Constitution and the law, without fear or favor, affection or ill will. I, George Kurian, do swear in the name of God that I will not directly or indirectly communicate or reveal to any person or persons any matter which shall be brought under my consideration or shall become known to me. Minister of State. ജോർജ് കുര്യൻ കേരളത്തിലെ രണ്ടാമത്തെ സഹമന്ത്രി, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നുള്ളതാണ്. ഭാര്യ ഒക്കെ വളരെ വൈകാരികമായ നിമിഷങ്ങൾ കടന്നു പോകാൻ കണ്ണൊക്കെ നിറഞ്ഞു എന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ആവേശം കണക്കാരി പഞ്ചായത്തിലുണ്ട്. അത്രത്തോളം അപ്രതീക്ഷിതമായി ദ സർപ്രൈസിങ് മിനിസ്റ്റർ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ജോർജ് കുര്യൻ കേരളത്തിലെ രണ്ടാമത്തെ രാവിലെ നരേന്ദ്രമോദി മൂന്നാമത് സത്യവാചകം ചൊല്ലുന്നത് കാണാനായി ജോർജ് കുര്യൻ ഡൽഹിയിലേക്ക് പോയതാണ്. കേന്ദ്രമന്ത്രിയായി അദ്ദേഹം തിരികെ വരുന്നു എന്നതാണ് അതിലൊരു കൗതുകമുള്ളത്. അവിടെ കോട്ടയത്ത് ടോബി ജോൺസണുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും ചോദിക്കാമായിരുന്നു. കാര്യം അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ. അതെ 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 ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ജോർജ് കുര്യന്റെ കാണക്കാരിയിലെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെ വിവരം അറിഞ്ഞപ്പോൾ മുതൽ നമ്മൾ വണ്ടടിക്കാന്നൊക്കെ പറയില്ല, അങ്ങനെ വണ്ടടിക്കുന്ന അവസ്ഥയിലാണ് ആളുകൾ. അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് ഭാരവാഹികളടക്കം അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവർ ദീർഘനേരമായി കാത്തിരിക്കാൻ, എനിക്ക് തോന്നുന്നു അയൽവാസികളൊക്കെ യാത്ര പറഞ്ഞ് പോവാണ് എന്ന് തോന്നുന്നു. ഇത്ര നേരം അവർ കാത്തിരുന്നത് ഇതിനു വേണ്ടിയാണ്. 7:15 മുതൽ ആ കാത്തിരിപ്പാണ്. നമ്മളും ആ കാത്തിരിപ്പാണ്. ടോബിയിലേക്ക് പോകാവുന്നത്. ടോബി കേൾക്കാമോ? അവിടെ മാത്രമല്ല നമുക്ക് അറിയേണ്ട കാര്യം ശ്രീ ജോർജ് കുര്യൻ ഫോൺ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടുത്തെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പത്നിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ മാധ്യമങ്ങളോട് അല്പസമയത്തിനകം സംസാരിക്കുമെന്ന് തോന്നുന്നു. അതിന് തയ്യാറെടുക്കണം. ഓഡിയോ ഉണ്ട്. പലതരം ഓഡിയോ വരുന്നുണ്ട്. മുദ്രാവാക്യം മുഴക്കുന്നു. വളരെ വളരെ സന്തോഷം. ഇല്ല, നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതല്ലേ. നമുക്ക് പ്രതീക്ഷയുള്ളപ്പോൾ നമുക്ക് മുഷിപ്പ് തോന്നില്ല. അല്ല, എല്ലാവരോടും ഒന്നിച്ച് വിളിക്കാൻ പറ്റില്ലല്ലോ, ഓരോരുത്തരല്ലേ വിളിക്കുള്ളൂ. ഇല്ല വിഷമം. കഴിയട്ടെ, മക്കളറിഞ്ഞു. എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ. ഫോൺ വിളിച്ചിട്ടില്ല. എന്തായാലും നല്ല കാര്യം. അതിൽ അദ്ദേഹം ടോബി ജോൺസൺ ചേരുന്നു നമുക്കിപ്പം. പെട്ടെന്ന് പറയൂ ടോബി ജോൺസൺ. സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായിട്ടുണ്ട്. അവിടെ ദേശീയഗാനം ആലപിക്കുകയാണ്. വലിയ സന്തോഷത്തിലായിരുന്നു. ഏറെ നേരത്തെ കാത്തിരിപ്പായിരുന്നു. ഡൽഹിയിലേക്ക് പോകുന്നു. ടോബി ഒരു മിനിറ്റ് ദേശീയഗാനം.